ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ടീച്ചർ ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ ശ്രമിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാർഡ് മെമ്പർ ശ്രീ രമ വിശ്വനാഥൻ, ജനപ്രതിനിധികളായിട്ടുള്ള രജിമോൾ സാബു, രമണി അഞ്ചത്തെ, ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയായിട്ടുള്ള ശ്രീമതി സിദ്ധേരി അടക്കം ഇവിടെ നമ്മുടെ സേനയുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബന്ധപ്പെട്ട അംഗങ്ങൾ, ഇവിടെ എത്തിക്കുന്ന രക്ഷകർത്താക്കൾ, ഏറ്റവും പ്രിയമുള്ള കൂട്ടുകാർ. അപ്പോൾ നമുക്കിന്നിവിടെ നമ്മുടെ പിള്ളേര് വിദ്യാർത്ഥികൾ നമുക്കിന്നിവിടെ ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ജോബി ശ്രദ്ധിക്കും നമ്മളെ കണ്ടോ, നമുക്ക് ഈ വന്നിരിക്കുന്ന ചേട്ടന്മാരെ കണ്ട. അപ്പൊ ഇവര് നമ്മൾ സ്നേഹസേന എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളാണ്. അവർ നമ്മുടെ സ്കൂളിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് തൊഴിൽ പരിശീലന പദ്ധതി നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ രക്ഷകർത്താക്കളോട് കൂടിച്ചേർക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കളിപ്പാട്ടൊക്കെ ഉണ്ടാക്കിയല്ലേ, പാവ ഇല്ലേ പാവ, അതേപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ അതിനുള്ള ഒരു പരിശീലന ക്ലാസ് ഇവർ തരും. അതുപോലെ നമുക്കുള്ള ഉച്ചഭക്ഷണമുണ്ട്. നമ്മുടെ അടുത്തുള്ള പണി കോൺട്രാക്ടറും നമ്മളെ ചതിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ അടിയന്തരമായിട്ട് പൂർത്തീകരിക്കും. നമ്മൾ നിങ്ങൾക്ക് വേണ്ട കുക്കിനെ ഉൾപ്പെടെ നമ്മൾ നിയോഗിച്ചിരുന്നു. അപ്പോൾ അടുക്കളയുടെ പണി ചെറിയൊരു പെൻഡിങ് നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ അടുത്ത മാസം തന്നെ ഫെബ്രുവരി തന്നെ പൂർത്തീകരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ 2 ദിവസത്തല്ലേ ഉച്ചഭക്ഷണത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ആവശ്യത്തിനായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനത്തിന് വേണ്ടി കുറച്ച് ഫണ്ട് നമുക്ക് അവർ കൈമാറുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിന്, നമ്മുടെ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് വിനിയോഗിക്കുന്ന രീതിയിലാണ്. അപ്പോൾ സ്നേഹസേനയെ കുറിച്ച് ടീച്ചറോട് സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ അതിൻ്റെ വേണ്ടപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നമുക്കറിയാം ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. എൻ്റെ സംഘാടകർ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് സമീപിച്ചിരുന്നു. അങ്ങനെയാണ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കണം, എന്താണ് ഞങ്ങൾ ഈ സ്കൂളിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് അവരിങ്ങോട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നിയ കാരണം നമുക്കറിയാം പരിമിതമായിട്ടുള്ള ഫണ്ടാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതേപോലുള്ള ട്രസ്റ്റുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്നേഹസേന പോലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഇങ്ങനെ വരുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വളരെ വലിയ കാര്യമാണ്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കൾ എല്ലാവരും എത്തിച്ചേർന്നത് നമുക്കറിയാം. പണിത്തിരക്ക് ജോലിത്തിരക്ക് മൂലം എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും ഉള്ളവർ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ സ്നേഹസേനയുടെ മുഴുവൻ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അംഗങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ഔപചാരികമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ബാക്കി കൂടുതലായിട്ടുള്ള വിശദ കാരണങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ചെയർമാൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അവരതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്കിതിൽ ഉച്ചഭക്ഷണം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി. അപ്പോൾ ബാക്കി ജനപ്രതിനിധികളോട് എത്തിച്ചേരും. നമ്മുടെ ജീവനക്കാർ ഉൾപ്പെടെ നമ്മുടെ പ്രദേശത്തെ ചേച്ചുവാൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സ്നേഹപൂർവ്വം സ്നേഹസേനയുടെ മുഴുവൻ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്തിൽ നന്ദി സ്വാഗതം എല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടി പരിശീലന പദ്ധതിയിലെ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് ആശംസ പറയുന്നതിന് വേണ്ടി നമ്മുടെ